ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 11-ാം തീയതി കേരള result.nic.in എന്ന സൈറ്റിലൂടെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്യാത്തവരെല്ലാവരും എന്ത് ചെയ്യാം, ഈ ഒരു സൈറ്റിലൂടെ കേരള results.nic.in എന്ന സൈറ്റിലൂടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അതിൽ എന്തെങ്കിലും റീവാലുവേഷനോ അല്ലെങ്കിൽ സ്ക്രൂട്ടണിയോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഓക്കെ, ഇത് ഓൺലൈൻ ആയിട്ടല്ല, ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രിൻസിപ്പളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും. അതിൽ ഏതൊക്കെ വിഷയങ്ങളുടെ ഫോട്ടോ കോപ്പിയാണ് അല്ലെങ്കിൽ സ്ക്രൂട്ടണിയാണ് അല്ലെങ്കിൽ റിവാലുവേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ഫില്ല് ചെയ്തതിന് ശേഷം നിശ്ചിത ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോ റിവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടണി ഫോർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. ഈ 3 സബ്ജക്റ്റിനും സ്ക്രൂട്ടണി ഉണ്ടാവില്ല, സൂക്ഷ്മ പരിശോധന ഉണ്ടാവില്ല, അതുപോലെ തന്നെ റിവാലുവേഷനും ഉണ്ടായിരിക്കുന്നല്ല. കാരണം ഇത് 3ഉം ഡബിൾ വാലുവേഷൻ കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളാണല്ലേ. അതുകൊണ്ട് അതിനെന്തുണ്ടാവില്ല, റിവാലുവേഷൻ ഉണ്ടാവില്ല, സ്ക്രൂട്ടണി ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 സബ്ജക്റ്റിന് നമുക്ക് അതിന് അപേക്ഷിക്കാൻ കഴിയില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ക്യാൻ അപ്ലൈ ഫോർ ഫോട്ടോകോപ്പിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഇതിൻ്റെ ഫീ എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ റിവാലുവേഷന് ഒരു സബ്ജക്റ്റിന് വരുന്നത് 500 റുപ്പീസാണ്. 500 രൂപ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അടക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്ക്രൂട്ടണി, സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പെർ സബ്ജക്റ്റ് 100 റുപ്പീസാണ് വരുന്നത്. 100 രൂപ എന്ത് ചെയ്യേണ്ടി വരും, ഫീസ് അടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ആണെങ്കിൽ 300 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. 300 രൂപ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഫീ അടക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെയൊക്കെ അവസാന തീയതി, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മക്കളെ, റിവാലുവേഷനും സ്ക്രൂട്ടണിയും അതുപോലെ ഫോട്ടോ കോപ്പിക്കൊക്കെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. നിങ്ങൾ പ്രിൻസിപ്പളിന് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 17-ാം തീയതിയാണ്, 17th ജൂലൈ 2024. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, റിസൾട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്ക്രൂട്ടണി അല്ലെങ്കിൽ റിവാലുവേഷൻ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ആവശ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോം ഓഫീസിൽ നിന്ന് ലഭിക്കും. അത് ഫില്ല് ചെയ്തതിന് ശേഷം ഫീസ് അടച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും റിസൾട്ടൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവട്ടെ, നല്ല റിസൾട്ട് വന്നിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്ത് ചെയ്യുക, എനേബിൾ ആക്കി വെക്കുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.